ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്കണോമിക്സ് SGOU. ഇന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യണതിലുപരിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു മിസ്റ്റേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പേജ് നമ്പർ 208 ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. യൂസിങ് റാഷണലൈസിങ് ഫാക്ടർ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ 208 പേജിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1x² + 1 ഡിവൈഡഡ് ബൈ x² - 1 എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷണലൈസിങ് ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ x² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫംഗ്ഷൻ ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് പറയുന്നവരെ ടെക്സ്റ്റിൽ ഓക്കെയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ x² കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ x² + 1/x², പിന്നെ അതിൻ്റെ താഴത്തെ ഭാഗം x² - 1/x² എന്നാവും. x² എല്ലാ ടേമിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ x²/x² + 1/x² ഓൾ ഡിവൈഡഡ് ബൈ x²/x² - 1/x² എന്ന് കിട്ടും. x²/x² എന്നുള്ളത് നമുക്ക് 1 ആയിട്ട് എഴുതാം, പ്ലസ് 1/x² ഡിവൈഡഡ് ബൈ 1 - 1/x² എന്നാവും. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയത്. പക്ഷേ പകുതി എത്തിയപ്പോഴേക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 തന്നെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തുവെങ്കിൽ 1 + 1/4 ഡിവൈഡഡ് ബൈ 1 - 1/4 കിട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5/4 ഡിവൈഡഡ് ബൈ 3/4, 5/4നെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ വിൽക്രമം എടുത്തിട്ട് 5/4 × 4/3 ചെയ്തു, = 5/3. അതായത് 4 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 വെച്ച് ചെയ്യുമ്പോൾ 5/3 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ വന്നിട്ടുള്ളത് 1 ആണ്. ഇനിയിപ്പോൾ ലിമിറ്റിൻ്റെ കൊടുത്തതിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 എന്ന് ആദ്യം കൊടുക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പോർഷൻ തെറ്റും. ലിമിറ്റ് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 5/3 കിട്ടുന്നുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നതെങ്കിൽ ഉത്തരം ഇൻഫിനിറ്റി ആയിട്ടാണ് വരിക. എക്സ്റ്റെൻഡ്സ് ടു 2 ആണ് കൊടുക്കണമെങ്കിൽ ഈ റാഷണലൈസിങ് മെത്തേഡിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് ആൻസർ 5/3 എന്ന് കിട്ടും ചെയ്യായിരുന്നു. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 ചെയ്താൽ ഈ വഴിയിലൂടെ ചെയ്താലും ലാസ്റ്റ് ഇൻഫിനിറ്റിയാണ് കിട്ടും. എക്സിന് 1 ആണ് വാല്യൂ കൊടുക്കണമെങ്കിൽ ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഇൻഫിനിറ്റി വന്നപ്പോഴല്ലേ നമ്മൾ ഈ റാഷണലൈസേഷൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് ബുക്കിനെ പൂർണ്ണമായി വിശ്വസിക്കരുത്. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ ചെയ്ത് ഉത്തരം കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ ഒരുപാട് മിസ്റ്റേക്ക് ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗത്തായിട്ടുണ്ട്.